Hello students, now we are going to discuss from the chapter Sale of Goods Act 1930. So before discussing about the chapter, you should know what is goods. So we can discuss about that. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സോ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനെ കുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണമെങ്കിൽ ഗുഡ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഗുഡ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഗുഡ്സിൽ എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. So, എന്താണ് goods? Goods means every kind of movable property other than actionable claims and money. അതായത് മൂവബിൾ ആയിട്ടുള്ള എന്താണ് ഗുഡ്സ് ആണ്. ഇപ്പോൾ ബിൽഡിംഗ് എന്താ മൂവബിൾ ആണോ? ഇമ്മൂവബിൾ ആണ്. അപ്പോൾ ഇമ്മൂവബിൾ ആയിട്ടുള്ള ഒന്നും തന്നെ ഏതിൻ്റെ അകത്ത് വരില്ല, ഗുഡ്സ് എന്ന കാറ്റഗറിയിൽ വരില്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ ആക്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി. സോ എന്തുകൊണ്ടാണ് ആക്ഷനബിൾ ക്ലെയിംസ് വരാത്തത്? അത് പിന്നെ എന്താണ് ആക്ഷനബിൾ ക്ലെയിംസ് എന്ന് അറിഞ്ഞിരിക്കണം. സോ വാട്ട് ഈസ് ആക്ഷനബിൾ ക്ലെയിംസ്? സോ എന്താണ് ആക്ഷനബിൾ ക്ലെയിം എന്നുള്ളത് ഞാൻ ചെറിയൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് 1 lakh rupees കടമായിട്ട് കൊടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, തിരിച്ച് സെക്യൂരിറ്റി ആയിട്ടൊന്നും തന്നെ വാങ്ങിയിട്ടില്ല. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ബാങ്കിൽ ഒരു ലോണിനൊക്കെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും, മോർഗേജ് ആയിട്ട് ഒരു സെക്യൂരിറ്റി ആയിട്ട് നമ്മളോട് എന്തെങ്കിലും നമ്മുടെ വസ്തുക്കൾ ചോദിക്കും. അപ്പോൾ വസ്തുക്കൾ ചോദിക്കുന്നത് എന്തിനാ? ഒരു സെക്യൂരിറ്റി ഉറപ്പുവരുത്താനാണ്. അതായത് ഇൻ കേസ് നമ്മൾ അടക്കാതിരുന്നാൽ ബാങ്ക് എന്ത് ചെയ്യും, ആ ഒരു പ്രോപ്പർട്ടിയിലൂടെ നമ്മുടെ എമൗണ്ട് റിക്കവർ ചെയ്യാൻ ശ്രമിക്കും. ഇവിടെ എന്താണ്, ഞാൻ 1 lakh rupees സെക്യൂരിറ്റി മേടിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, കൊടുത്തിരിക്കുന്നത് ലോണായിട്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇൻ കേസ് അയാൾ എനിക്ക് തന്നിട്ടില്ല എങ്കിൽ ഞാൻ കോർട്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. എൻ്റെ ഒരു ക്ലെയിം തിരിച്ച് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത പൈസ തിരിച്ച് കിട്ടണമെങ്കിൽ ഐ ഹാവ് ടു അപ്രോച്ച് കോർട്ട്. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യില്ല, സെക്യൂരിറ്റി ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ക്ലെയിമിനെയാണ് ആക്ഷനബിൾ ക്ലെയിം എന്ന് പറയുന്നത്. നമുക്ക് നേരിട്ട് സെക്യൂരിറ്റി ത്രൂ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, റിക്കവർ ചെയ്യാൻ പറ്റാത്ത ക്ലെയിമിനെയാണ് ആക്ഷനബിൾ ക്ലെയിം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗുഡ്സ് എന്ന കാറ്റഗറിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നത് നോക്കാം. അപ്പോൾ ഗുഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ ഗ്രോയിങ് ക്രോപ്സ് ഓർ സ്റ്റാൻഡിങ് ടിമ്പർ, ഗ്രാസ്. ദെൻ സെക്കൻഡ് വൺ ഓൾഡ് കറൻസി. ഓൾഡ് കറൻസി ആകുമ്പോൾ നമുക്കത് സെല് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ഓൾഡ് കറൻസി ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. ദെൻ തേർഡ് വൺ വാട്ടർ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി. ദെൻ ട്രേഡ്മാർക്ക്, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്. ദെൻ ഗുഡ്വിൽ, ഷെയർസ്, സ്റ്റോക്ക് ഓർ ഡിബഞ്ചേഴ്സ്. ഇതൊക്കെ ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഗുഡ്സിൽ എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നതെന്ന് നോക്കാം. എക്സ്ക്ലൂഡ് ചെയ്യുന്നതിൽ വരുന്ന ഒന്നാമത്തെയാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തത്. അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസൊക്കെ ഏതിലാണ് വരുന്നത്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലാണ് വരുന്നത്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882. Then second one money or currency. Then third one actionable claim. Actionable claim എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Actionable claim is something which is enforceable only by the action in the court of law. അതായത് നേരത്തെ പറഞ്ഞു ഒരു ഡ്യൂ ഡെപ്റ്റ്, ഇറ്റ്സ് an example. Now we can discuss about the subject matter of contract of sale. അപ്പോൾ എന്താണ് ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ സബ്ജക്റ്റ് മാറ്റർ? നേരത്തെ പറഞ്ഞു ഗുഡ്സ് ആണ് കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ സബ്ജക്റ്റ് മാറ്റർ. സോ വി ക്യാൻ ഡിസ്കസ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ്. മെയിൻലി ദർ ആർ 3 types of goods. They are existing goods, then future goods, and third one contingent goods. Now we can discuss one by one. First one is existing good. Goods which are owned or possessed by the seller at the time of contract of sale are called existing goods. അപ്പോൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് വെച്ചാൽ അതായത് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ, ഇപ്പോൾ 2 പാർട്ടീസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ ആ ഒരു ഗുഡ്സ് ഇൻ എക്സിസ്റ്റൻസിലുള്ളതാണ് എങ്കിൽ, അതായത് അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, അത് അവൈലബിൾ ആണ് എങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, അതായത് ഇൻ എക്സിസ്റ്റൻസിലാണ് എങ്കിൽ അതിനെ എന്ത് പറയാം, എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആണെന്ന് പറയാം. നേരെ മറിച്ച് അത് ഇപ്പോൾ എക്സിസ്റ്റൻസിലില്ല, അതായത് ഭാവിയിൽ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ അതിനെ എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കില്ല. സോ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് വെച്ചാൽ ഓൾറെഡി ഇൻ എക്സിസ്റ്റൻസ് ആയിട്ടുള്ള ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്, എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു
എന്താ വെജിറ്റബിൾ മാനുഫാക്ചർ ആണ് എങ്കിൽ ഞാൻ ഓൾറെഡി വെജിറ്റബിൾസ് കൾട്ടിവേറ്റ് ചെയ്തു, ഇറ്റ്സ് റെഡി ഫോർ സെയിൽ, ദെൻ ദാറ്റ് ഗുഡ്സ് ക്യാൻ ബി കോൾഡ് ആസ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. കാരണം വെജിറ്റബിൾസ് ഓൾറെഡി ഇൻ എക്സിസ്റ്റൻസ് ആണ്, അത് സെയിൽ പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനെ എന്ത് പറയാം? എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയാം. എക്സിസ്റ്റിംഗ് ഗുഡ്സ് തന്നെ 3 തരത്തിലുണ്ട്. സ്പെസിഫിക് ഗുഡ്സ്, അസർട്ടൈൻ ഗുഡ്സ്, ദെൻ അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. അപ്പോൾ എന്താണ് സ്പെസിഫിക് ഗുഡ്സ്? സ്പെസിഫിക് ഗുഡ്സ് ആർ ഗുഡ്സ് വിച്ച് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് അഗ്രീഡ് അറ്റ് ദി ടൈം വെൻ ദി കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. അതായത് നമ്മുടെ കോൺട്രാക്റ്റ് നിലവിൽ വരുന്ന സമയത്ത് തന്നെ ഈ ഒരു ഗുഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണെങ്കിൽ, അതായത് സെപ്പറേറ്റഡ് അറ്റ് ദി ടൈം ഓഫ് സെയിൽ, then we can say that it is specific goods. For example, ഞാനിപ്പോൾ പച്ചക്കറി വിൽക്കുന്ന ഒരു കട നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കസ്റ്റമർ എന്നെ അപ്രോച്ച് ചെയ്യാണ്, എനിക്ക് കുറച്ച് തക്കാളി വേണമെന്ന് പറഞ്ഞിട്ട്. ദെൻ അയാൾ തന്നെ കുറച്ച് തക്കാളി മാറ്റി വെച്ച് ഇത്ര തക്കാളി മതി എന്ന് പറയുന്നത്. ഹിയർ യു ക്യാൻ സീ കസ്റ്റമർ ഈസ് സെപ്പറേറ്റിംഗ് ദി ഗുഡ്സ് അറ്റ് ദി ടൈം ഓഫ് കോൺട്രാക്ട്. സോ അത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്? സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദിസ് ഗുഡ്സ് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് സെപ്പറേറ്റഡ് അറ്റ് ദി ടൈം ഓഫ് സെയിൽ. അത്തരത്തിലുള്ള ഗുഡ്സിനെ എന്ത് പറയും? സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയും. Now we can discuss about the second type of existing good, which is ascertained goods. These are goods which are identified by the parties subsequent to the information of contract of sale. The identification takes place at a later date. So എന്താണ് ascertained goods? ascertained goods എന്ന് വെച്ചാൽ എന്താ? സ്പെസിഫിക് ഗുഡ്സ് പോലെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കോൺട്രാക്റ്റ് എൻട്രി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഐഡൻറ്റിഫൈ ചെയ്യും, സെപ്പറേറ്റ് ചെയ്യുന്നില്ല. അതായത് ഐഡൻറ്റിഫൈ സെപ്പറേറ്റ് ചെയ്യുന്നതും എപ്പോഴാണ്? ലേറ്റർ ഡേറ്റിലാണ്. അതായത് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എൻട്രി ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഗുഡ്സ് ഐഡൻറ്റിഫൈ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഒരു വെജിറ്റബിൾ സെല്ലറാണ്. ഒരു കസ്റ്റമർ എന്നെ അപ്രോച്ച് ചെയ്യുന്നു, എനിക്ക് ബാങ്കിൽ പോയിട്ട് വന്നതിന് ശേഷം കുറച്ച് 1/2 kg തക്കാളി വാങ്ങാനുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ എന്തായി? ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റഡ് ആയി. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ഗുഡ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അതായത് കോൺട്രാക്റ്റ് എൻട്രി ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ടില്ല? ഗുഡ്സ് ഐഡൻറ്റിഫൈ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് അയാൾ ബാങ്കിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ലൈക്ക് എനിക്ക് ഈ ഇത്ര തക്കാളിയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ തക്കാളിയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താ? അയാൾ ബാങ്കിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ്? അറ്റ് ദി ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഗുഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, നേരെ മറിച്ച് കോൺട്രാക്ട് ഓഫ് സെയിൽ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഗുഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതാണ് സ്പെസിഫിക് ഗുഡ്സും അസർട്ടൈൻഡ് ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസ്. സ്പെസിഫിക് ഗുഡ്സിൻ്റെ സമയത്ത് എന്താണ്? കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ സമയത്ത് തന്നെ ഗുഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് അസർട്ടൈൻഡ് ഗുഡ്സ് ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ്. Now we can discuss the last type of existing good, which is unascertained goods. These are goods which are not specifically identified and agreed at the time when the contract of sale is made. So എന്താണ് unascertained goods? ആ ഒരു ടേം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ്സ് എന്ത് ചെയ്തിട്ടില്ല? അസർട്ടൈൻ ചെയ്തിട്ടില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ, if I am a rice dealer and I agreed to a buyer that I will supply 1 bag of rice. അപ്പോൾ ഇവിടെ എന്താണ്? ഞാനൊരു റൈസ് സപ്ലയർ ആണ്. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഗോഡൗണിൽ നിന്ന് ഒരു ചാക്ക് അരി തരാമെന്ന് പറഞ്ഞു. ബട്ട് ഏതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ റൈസ് കൊടുക്കുമ്പോൾ തന്നെ ഇന്ന ചാക്ക് റൈസ് എന്ന് പറഞ്ഞിട്ടല്ലല്ലോ കൊടുക്കുന്നത്. അതായത് സെല്ലറിൻ്റെ കൺവീനിയൻസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു ചാക്ക് അരി കൊടുക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ഗുഡ്സ് അസർട്ടൈൻ ചെയ്യുന്നില്ല, അൺഅസർട്ടൈൻഡ് ആണ്. അത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്? അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. So these are the different types of existing goods. Now we can discuss about second type of goods. Second type of goods are future goods. These are goods which are to be manufactured or produced or acquired by the seller after the contract of sale is made. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുഡ്സ് എന്താണ്? ഇൻ എക്സിസ്റ്റൻസ് അല്ല, നമ്മൾ കോൺട്രാക്റ്റ് എൻട്രി ചെയ്തതിന് ശേഷമാണ് ഇത് എക്സിസ്റ്റൻസിലേക്ക് വരുന്നത്. അത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്? ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു അഗ്രികൾച്ചർ
പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഓർഡറിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർ എന്നെ അപ്രോച്ച് ചെയ്തു, ഇത്ര ചാക്ക് തക്കാളി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ ഓർഡറിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഗുഡ്സ് യെറ്റ് ടു ബി മാനുഫാക്ചേർഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് ഇത് പറയുന്നത് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. Now we can discuss about the third and last type of goods, which is contingent goods. Contingent goods are a type of future goods, the acquisition of which by the seller depends upon a contingency which may or may not happen. That is, it is an agreement to sell and not a sale. അപ്പോൾ കണ്ടിൻജൻറ്റ് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താ? കണ്ടിൻജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ്. അതായത് ഇൻ എക്സിസ്റ്റൻസിൽ ഇല്ലാത്ത ഗുഡ്സാണ്. അത് എക്സിസ്റ്റൻസിൽ വരാതിരിക്കാം, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ആ ഒരു എക്സിസ്റ്റൻസിൽ വരുന്നത് ഏതെങ്കിലും ഒരു ഇവൻറ്റിനെ ഡിപ്പെൻഡൻ്റ് ആണ് എങ്കിൽ അത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് കണ്ടിൻജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനും രാഹുൽ എന്ന വ്യക്തിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും ഞാൻ രാഹുൽ എന്ന വ്യക്തിയോട് പറയുന്ന സന്ധ്യ ലാൻഡ് വിൽക്കുകയാണെങ്കിൽ ആ ലാൻഡിൽ ഇത്ര കൃഷി നടത്തിയിട്ട് ഇത്ര കിലോ തക്കാളി നിങ്ങൾക്ക് ഞാൻ വിൽക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കണ്ടിൻജൻസി ഉണ്ട്. എന്താ കണ്ടിൻജൻസി? സന്ധ്യ ഒന്നിക്കൽ എനിക്ക് ആ ലാൻഡ് വിൽക്കാതിരിക്കാം, രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ആ ഗുഡ്സ് എക്സിസ്റ്റൻസിൽ വരാതിരിക്കാം. സന്ധ്യ വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, വെജിറ്റബിൾസ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, കണ്ടിൻജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഗുഡ്സിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ എ കണ്ടിൻജൻസി. അത് ഹാപ്പൺ ചെയ്യാതിരിക്കാം. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ്. സോ ദർ ആർ 3 types of goods which are existing goods, then future goods, contingent goods.